പ്രിയമുള്ള കേരളത്തിലെ ആധാരം എഴുത്ത് തൊഴിലാളി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ആനേർ ആർ കെ ജയൻ, തിരുവനന്തപുരം. ഞാൻ ഈ മുകളിൽ സൂചിപ്പിച്ച നമ്മുടെ ആധാരം അറിയാനും പറയാനും ഗ്രൂപ്പിൽ നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പിൽ കൃത്യവും വേഗതയുമാർന്ന സേവനങ്ങൾക്കായി കേരള AI സംവിധാനത്തിലേക്കുള്ള ഇടപെടലിനെക്കുറിച്ച്, അപ്പോൾ അതിൽ പ്രാരംഭമായി പറയാനുള്ളത് കേരള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ KAI, അത് സർക്കാരിനെയും സാങ്കേതികവിദ്യ വിദഗ്ധരെയും അതുപോലെ ഈ സ്റ്റാർട്ടപ്പുകൾ, ഗവേഷകർ, സാധാരണ പൗരന്മാർ, ഈ സാധാരണ പൗരന്മാരിൽ നമ്മുടെ വകുപ്പിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ആധാരം എഴുത്തുകാർ, എഴുത്ത് ശ്രേണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മൾ. അപ്പോൾ അവിടെ അത് പല വകുപ്പുകൾ, നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള നിരവധി വകുപ്പുകളിൽ ഇപ്പോൾ 18ഓളം വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ശ്രീമതി K മീര IAS അവറുകളാണ് ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പം അത് ഒരു പൊതു നന്മയ്ക്കായിട്ടാണ് ഈ നിർമ്മിത ബുദ്ധിയെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉപയോഗിക്കുന്നതിനുള്ള ഒരു മുൻനിര പദ്ധതിയായിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും എന്ന പോലെ നമ്മുടെ മേഖലയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അതിന് ധാർമ്മികവും സുതാര്യവും ജനകേന്ദ്രീകൃതവുമായ നിർമ്മിത ബുദ്ധി പരമായിട്ടുള്ള പരിഹാരങ്ങൾ, AI പരിഹാരങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മിഷൻ വിഭാവന ചെയ്തിട്ടുള്ളത് എന്ന് ആദ്യമേ പറയട്ടെ. അതായത് ഒരു ശ്രേണിയിൽ തന്നെ പലതരത്തിലുള്ള ആളുകളെ ഒന്നുപോലെ പങ്കെടുപ്പിച്ച്, അതായത് ഒരുമിപ്പിച്ച് അതിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങളുടെ വ്യാപനം നടത്തുകയും അതിൻ്റെ പരിഹാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പ്രവചിക്കുകയും സമൂഹത്തിലെ ഓരോരുത്തരെയും അതിലുള്ള ന്യായങ്ങളെയും നിയമങ്ങളെയും നീതിയെയും സംബന്ധിച്ചുള്ള സംരക്ഷണം നൽകുക, പലതരത്തിലും വിദ്യാഭ്യാസം നൽകുക, ഭരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെട്ടതും കാര്യക്ഷമവുമാക്കുക, അങ്ങനെയെല്ലാം ചെയ്ത് സാങ്കേതികവിദ്യ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നേരിട്ട് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് നമ്മുടെ ഈ പറഞ്ഞ സംഗതി വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന വിഷയങ്ങളിൽ നമ്മുടെ വകുപ്പിൽ നിന്ന്, IT വകുപ്പിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഈ പൗരന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. നമുക്കറിയാം, ഞാനും മെനിഞ്ഞാന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. അതായത് 5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പേർക്ക്, മൈനറിൻ്റെ പേർക്ക് വാങ്ങുന്ന ഒരു വിലയാധാരത്തിൽ ആ കുഞ്ഞിൻ്റെ ഫോട്ടോയും വിരൽപ്പതിപ്പും വേണമെന്ന് ആലപ്പുഴ ജില്ലയിലെ ഒരു രജിസ്ട്രിംഗ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഒരു ആധാരമെഴുത്ത്, നമ്മുടെ ഗ്രൂപ്പിലെ അംഗം കൂടിയായിട്ടുള്ള ആധാരമെഴുത്ത് ലൈസൻസിയുടെ നിർബന്ധം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോടത് പങ്കുവച്ചു. സാധാരണഗതിയിൽ നമുക്കറിയാം, മൈനറും ഭിന്നശേഷിക്കാരും ആയിട്ടുള്ള അത്തരത്തിലുള്ള ആൾക്കാരുടെയൊക്കെ സാന്നിധ്യമോ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഔദ്യോഗികമായ ഒരു കാര്യങ്ങളിലും പാടില്ല എന്നുള്ളത് അറിയാത്തവരായിട്ട് ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ ആ സബ് രജിസ്ട്രാർക്ക് അത് അറിയാതെ പോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് വിലയാധാരമാണെങ്കിൽ ഫോട്ടോയും വിരൽപ്പതിപ്പ് നിർബന്ധമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ എന്തെല്ലാം എക്സംഷൻസ് ഉണ്ട് ഇല്ലേ, ഒഴിവാക്കലുകൾ ഒരുപാട് പേർക്കില്ലേ, പ്രത്യേകതകളില്ലേ, അതുപോലും മനസ്സിലാക്കാതെ അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലെ അംഗമായിട്ടുള്ള ആധാരമെഴുത്ത് ലൈസൻസിയോട് നിർബന്ധ ബുദ്ധിയ അദ്ദേഹം പറഞ്ഞു വെച്ചു, ആ കുഞ്ഞിൻ്റെ ഫോട്ടോയും പതിക്കണം, അത് ആ കുഞ്ഞിൻ്റെ വിരൽപ്പതിപ്പും വേണമെന്ന്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാൻ മിനിഞ്ഞാന്ന്, അതായത് 16-ാം തീയതി 16/9/2025 സെൻട്രൽ ഓഫീസിൽ വിളിച്ചു. അറിയാഞ്ഞിട്ടല്ല, നമുക്ക് സുവ്യക്തമായിട്ട് അറിയാം, എങ്കിലും വിളിച്ചപ്പോൾ അവിടെയും ഫോണെടുത്ത ഉദ്യോഗസ്ഥരിൽ
ഒരു തരത്തിൽ കുഴപ്പമുണ്ടായി. കാരണം അവർക്കും ഈ പറഞ്ഞതുപോലെ അപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസർ ചോദിക്കൂ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നൊക്കെയാണ് മറുപടി വന്നത്. എങ്കിലും ഞാൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഫോട്ടോയും വേണ്ട, വിരൽപ്പതിപ്പും വേണ്ട, നമ്മളതിൽ പറഞ്ഞതുപോലെ രക്ഷിതാവിൻ്റെ വിവരങ്ങളാണ് വേണ്ടത്. രക്ഷിതാവിൻ്റെ ആ കുഞ്ഞിന് വേണ്ടി മേജറാകുന്നതുവർ എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടോ അതിനെല്ലാം ചുമതലപ്പെട്ട രക്ഷിതാവായിട്ടുള്ള, അതുപോലെ കോടതി കൊടുക്കണമെങ്കിൽ കോടതി നിയമിച്ചാൽ, ഭിന്നശേഷിയാണെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം നമ്മളെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു വന്നത്, അതിൽ ഈ ഉദ്യോഗസ്ഥരിൽ എന്താണ് വരുന്നത്, ചോദ്യങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ പറയുമ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു, വ്യത്യസ്ത വിവരങ്ങൾ നൽകാൻ സാധ്യത വരുന്നു. ഇതാണ് രജിസ്ട്രേഷൻ വകുപ്പ് ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പൗരന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതിനുള്ള സംവിധാനം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ വേണം എന്നാണ്. അത് നിലവിൽ ഇപ്പോൾ അവിടെ ചോദിക്കുന്നതായിട്ട് പറയുന്നത്, അതായത് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ സെൻട്രൽ ഓഫീസിലോ അല്ലെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസുകളിലോ ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളിലും പറയുന്നത് അപേക്ഷകളുടെ നില, ആവശ്യമായ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആവശ്യമായ രേഖകൾ എന്താണ്, പിന്നെ ഫോൺ കോളുകൾ, ഇമെയിൽ വഴി, അതുപോലെ രജിസ്ട്രാർ ഓഫീസിലെ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടോയെന്നറിയില്ല, കൗണ്ടറുകൾ വഴി ഒക്കെ ചോദിക്കുന്ന വിവരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വകുപ്പിൻ്റെ വകുപ്പിന് AI-യോട് വയ്ക്കുന്ന ഒരു പരാതി. അതുപോലെ വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ ഞാൻ നേരത്തെ പറഞ്ഞത്, തൊട്ടു മുമ്പ് പറഞ്ഞത്, ഓരോ ജീവനക്കാരും വ്യത്യസ്ത വിവരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ജീവനക്കാരുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ജോലി സമയത്ത് മാത്രമേ, അതായത് ഓരോ പ്രവൃത്തി ദിവസവും 10 മണി അല്ലെങ്കിൽ 10-15 മുതൽ 5 മണി വരെ, 5:15 മണി വരെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സമയത്തെല്ലാം വിദേശത്തിരിക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സമയവുമായി പൊരുത്തപ്പെടാൻ സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും നമ്മുടെ സെൻട്രൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ, അതുകൊണ്ട് 24/7 എന്ന് പറയുന്ന സംവിധാനം, 24 മണിക്കൂറും സേവനം നൽകാനായിട്ടുള്ളൊരു സംവിധാനം, ഒരു ഓട്ടോമേറ്റഡ് റെസ്പോൺസ് സിസ്റ്റം, അത് ഈ ചോദ്യങ്ങൾക്ക്, അതായത് നിരന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മൾ സാധാരണ ചോദിക്കുന്ന FAQ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പോലെ, ഇത് നമ്മുടെ വെബ്സൈറ്റിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഉപഭോക്താക്കൾക്ക് സ്വയം വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിൽ അതിൻ്റെ രൂപകൽപ്പന നൽകണം എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുന്ന ചാറ്റ് ബോട്ട് സംവിധാനം ഉറപ്പാക്കണം. അതുപോലെ ഓൺലൈൻ പോർട്ടൽ, ആ ഓൺലൈൻ പോർട്ടലിൽ അപേക്ഷയുടെ ഏത് തരത്തിലുള്ള അപേക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ആധാരങ്ങൾ ഉൾപ്പെടെയുള്ള അതിൻ്റെ എല്ലാം അപ്ലോഡ് അതൊക്കെ ചെയ്യുന്നതിന് ഓൺലൈൻ പോർട്ടൽ വേണം. അങ്ങനെ ചെയ്തിട്ട് ജീവനക്കാരുടെ ജോലി ഭാരം കുറയ്ക്കുകയും പൊതുജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും കൃത്യതയോടെയും സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള നടപടികൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൗരന്മാരുടെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഹെൽപ്പ് ഡെസ്ക് ആണ് വിഭാവന ചെയ്യണമെന്ന് നമ്മുടെ വകുപ്പ് നമ്മുടെ കേരള AI മിഷനോട് വയ്ക്കുന്ന ആദ്യത്തെ സമർപ്പണം എന്ന് പറയാം. അപ്പോൾ ഇത് വരുമ്പോൾ ഒരു ഇതാണ് നമ്മൾ പറയുക, ഇതിനൊരു റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ അല്ലെങ്കിൽ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ ഇങ്ങനെയുള്ളവ ഉപയോഗിച്ച് ഒരു മൾട്ടി ചാനൽ AI ഹെൽപ്പ് ഡെസ്ക് നിർമ്മിക്കണമെന്നാണ് നമ്മുടെ
വകുപ്പ് കേരള AI മിഷനോട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതായത് നമുക്കെന്ന് പറയും പൗരജനങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും വാട്സാപ്പിലും SMS വഴിയും ഇമെയിൽ വഴിയും വെബ്സൈറ്റ് വഴിയും ഒക്കെ തത്സമയം തന്നെ കൃത്യവും സ്ഥിരതയുമുള്ള സേവനങ്ങൾ നൽകുന്നതിന് കഴിയുമെന്നാണ് വകുപ്പ് പറയുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന ഉത്തരങ്ങൾ, അപ്പോൾ ഇങ്ങനെ നിരന്തരമായി നൽകുന്ന ഉത്തരങ്ങളെ നേരത്തെ പറഞ്ഞ റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ സംവിധാനവും വഴി സംയോജിപ്പിച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഒരു OTP അറിയാമല്ലോ, വൺ ടൈം പാസ്വേഡ്, അതുപയോഗിച്ച് ലോഗിൻ ചെയ്ത് അവർക്ക് വ്യക്തിപരമായ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് വകുപ്പ് വിഭാവന ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ എല്ലാം ഓരോ അപേക്ഷയുടെയും നില പരിശോധിക്കുക. അവിടെ വരുമ്പോഴാണ് ഒരു കാര്യം പറയുന്നത്, ഫോം പൂരിപ്പിക്കാൻ സഹായിക്കും എന്നാണ്. ഫോം പൂരിപ്പിക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മുടെ ഫോം പൂരിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഇൻകം റൺസ് ആയിരുന്നാലും സർട്ടിഫൈഡ് കോപ്പി ആയിരുന്നാലും മറ്റുള്ള മാരേജ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്നതായിരുന്നാലും എല്ലാം ജീവനക്കാരുടെ ജോലി ഭാരം കുറയ്ക്കാനും അതുപോലെ ആശയവിനിമയത്തിൽ സ്ഥിരത ഉറപ്പാക്കാൻ 24/7 സേവനം നൽകാൻ വകുപ്പിന് കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ പല ഭാഷകളിൽ അത് നൽകണം. വിദേശത്തുള്ളവർക്ക് മലയാളം അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ഭാഷ പറഞ്ഞാലും അത് സുരക്ഷിതമായിട്ട് സംയോജിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന വിവരശേഖരണം നൽകണം എന്നുമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വകുപ്പിൻ്റെ മാർഗനിർദ്ദേശമായിട്ടുള്ള പേൾ രജിസ്ട്രേഷൻ സിസ്റ്റം അതുവഴിയാണ് ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജീവനക്കാർക്കും തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ജോലി ഭാരം കുറയ്ക്കാനും കഴിയും. നമ്മുടെ പൗരജനങ്ങളുടെ വിശ്വാസവും സംതൃപ്തിയും വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥിതി വരുമെന്നാണ് നമ്മുടെ വകുപ്പ് കാണുന്നത്. ഇപ്പോൾ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നമ്മുടെ സാധാരണ അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് പോവുകയാണ്. 88 മുതലുള്ള ഡാറ്റ എൻട്രി തെറ്റുള്ളതും ഒരുപാടുണ്ട്, പിശകുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഡാറ്റ എൻട്രി എന്ന് പറയുന്ന ഒരു സംഗതി വലിയ അളവിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ചെറിയ ആധാരങ്ങൾ മാത്രമല്ല, വലിയ ചില ലീസ് ഡീഡ്സൊക്കെ വരുമ്പോൾ ചിലപ്പം 30 MB മുതൽ 100 MB വരെ സൈസ് വരാവുന്ന തരത്തിലുള്ള സംഗതികളുമുണ്ട്. വലിയ പാട്ടാധാരങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം വരുന്ന സംഗതികളെക്കുറിച്ചും ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ തട്ടിപ്പുകൾ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ്. വളരെ അനുകൂലമായിട്ടും അതായത് ഏറ്റവും യോജിക്കാവുന്ന, ഏറ്റവും ഫലപ്രദമായിട്ട് വരാവുന്ന ഒരു സംഗതിയുമാണ് ഈ ഭൂമി തട്ടിപ്പുകൾ, അല്ലെങ്കിൽ ധനപരമായ തട്ടിപ്പുകൾ. അപ്പോൾ അത് രണ്ട് രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ഈ ആധാരത്തിൽ വയ്ക്കുന്ന സംഖ്യയുടെ കുറവ് ചില ഭാഗങ്ങൾ, നമ്മളിപ്പോൾ ന്യായവിലയാണെങ്കിൽ പോലും ന്യായവില നിശ്ചയിക്കാത്ത പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ, ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഫ്ലാറ്റുകൾക്ക് പൊതുവിൽ അണ്ടർ വാല്യൂഷൻ ഇല്ലാതെ പോകുന്ന സംഗതികൾ, എന്നാൽ നമ്മൾ മാന്യമായിട്ടും ന്യായമായിട്ടും വയ്ക്കുന്ന സംഗതികളിൽ, ഇപ്പം വീടുൾപ്പെടെ വരുന്ന കാര്യങ്ങളിൽ, അതായത് കെട്ടിടം, ഒരു നിർമ്മാണം, ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു രജിസ്ട്രിങ് ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും അതിൽ വില നിർണ്ണയിക്കാനുള്ള, ഭൂമി വിലയും നിർണ്ണയിക്കാൻ അവകാശമില്ല, അധികാരവുമില്ല.
കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടതും അധികാരവും അവകാശമില്ല രജിസ്ട്രാർക്ക്. ഒരു രജിസ്ട്രിംഗ് ഉദ്യോഗസ്ഥന് ആ വില നിർണ്ണയിക്കാനുള്ള അധികാരാവകാശമില്ല, കഴിയില്ല തന്നെ, ഉറപ്പാണ്. ഏത് അടിസ്ഥാനത്തിൽ അവർ ചെയ്യും എന്നുള്ളത് മറ്റൊരു അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. എങ്കിലും ഈ നമ്മുടെ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ വില നിർണ്ണയവും അങ്ങനെ അത് ചുരുക്കത്തിൽ കച്ചവടങ്ങളുടെ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഈ ആയിട്ട് ബന്ധപ്പെടുത്താൻ ഡോക്യുമെൻ്റ് രജിസ്ട്രേഷൻ്റെ ഒരു റിപ്പോർട്ടിംഗ് സംവിധാനം, അതിൻ്റെ വരുമാനം എല്ലാം ഉണ്ടാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സംഗതികളിൽ ഇടപാടുകളിലെ ക്രമക്കേടുകളും അതുപോലെ തട്ടിപ്പുകളും അത് കണ്ടെത്താനായിട്ട് AI സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 1988 മുതലുള്ളതാണ് നമുക്ക് കൃത്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെല്ലാം അതത് സമയത്ത് ഇപ്പോൾ 65 ഡോക്യുമെൻ്റ് എടുത്താൽ അത് നേരെ പോകുന്നുണ്ട്. അതായത് ആർക്കൈവ് ചെയ്തിട്ടുള്ള പൗരാണിക പ്രമാണങ്ങളെ അതെല്ലാം പേൾ സിസ്റ്റത്തിലേക്ക് ഇടപാടുകളായിട്ട് ചേർന്ന് വരുന്നുണ്ട്. പക്ഷേ അനുസ്യൂതമായിട്ട് നമുക്ക് കിട്ടുന്നത് 1988 മുതലുള്ള പ്രോസസ്സിംഗ് ആണ് ലഭ്യമാകുന്നത്. അപ്പം ഇവിടെയെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞ കൃത്യമായ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ തട്ടിപ്പുകൾ തടയാനായിട്ട് കഴിയും. അതിലെ ഭൂമിയുടെ വില കുറച്ച് കാണിക്കുന്നത് തടയുകയും ചെയ്യും. ഇവിടെ ഒന്ന് മനസ്സിലാക്കണം, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കളകംപള്ളി വില്ലേജിലെ ഒരു സർവേ നമ്പറിൽ വെച്ചിട്ടുള്ള വില, ഉദാഹരണത്തിന് ഭൂമി വില, അത് ന്യായവില, ഒരു ഉദാഹരണത്തിന് ഒരു 6-5 ലക്ഷം രൂപയാണെങ്കിൽ ആ ഒരു 6-ന് ഒരു ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു 6-ന് 15 ലക്ഷം രൂപയിലേക്ക് പോവുകയാണെങ്കിൽ ആ ഭൂമി വില ആ സർവേ നമ്പറിനും അതിന് സറൗണ്ടിങ്സ് ചുറ്റുമുള്ള സംഗതികൾക്കും ഈ ഭൂമി വില നമ്മുടെ നിർമ്മിത ബുദ്ധി അങ്ങെടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഭൂമി വില ഉയർന്നു വരുന്നു. അപ്പോൾ നേരത്തെ ചെയ്ത പ്രമാണത്തിലുള്ള വില താരതമ്യേന കുറവാണ്. അടുത്ത ആധാരം വരുമ്പോൾ ഈ AI തന്നെ, നമ്മുടെ നിർമ്മിത ബുദ്ധി തന്നെ അത് വില കുറച്ച് കാണിച്ചതാണ്, അത് തടയണമെന്നുള്ള ഒരു നിർദ്ദേശം വരാനുള്ള സാധ്യത ഉണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ വരുന്ന ഭൂമി വില കൂടി വരുന്ന പ്രദേശങ്ങളെ, ആ പ്രദേശങ്ങൾ വളർച്ചാ സാധ്യതയുള്ള പ്രദേശങ്ങളായിട്ട് സർക്കാരിനെ ധരിപ്പിക്കാനായിട്ട് സഹായിക്കുകയും സാധിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം മൊത്തത്തിൽ വരുമ്പോൾ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചേർന്ന് കേരളമൊട്ടാകെ വരുമ്പോൾ വിശ്വസനീയമായ ഒരു എന്താണ് വരുന്നത്, ഒരു ഓഡിറ്റ്, എല്ലാവർക്കും അറിയുന്ന എല്ലാ പരിപാലനങ്ങളും ഓഡിറ്റും നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പം അതുപോലെ നമുക്ക് അറിയാവുന്ന നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ ആധാരങ്ങളും അവിടെ സ്കാൻ ചെയ്യുന്നുണ്ട്, സബ് രജിസ്ട്രാർ ഓഫീസിൽ സ്കാൻ ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് തന്നെ പറയാമെന്ന് തോന്നുന്നു, ദശലക്ഷക്കണക്കിന് PDF സ്കാൻ ചെയ്ത ഫോർമാറ്റുകളാണ് ദൈനംദിനം അല്ലെങ്കിൽ പ്രവൃത്തി ദിനം ചെയ്തു വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു മാനുവൽ, അതായത് മനുഷ്യാധ്വാനം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അതിനകത്ത് വീഴ്ചകൾ വന്നേക്കാം. ഇത് നേരെ പോകുന്നത് നമ്മുടെ മാതൃ യൂണിറ്റായ പേൾ സിസ്റ്റത്തിലേക്കാണ്, അതിലേക്ക് അതിലേക്ക് കടത്തി വിടുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോകുന്നു. മാനുവൽ ഡാറ്റ എൻട്രി എന്ന് അതിന് പറയാം. അതുപോലെ വലിയ ഫയൽ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ചിലപ്പോൾ 100 MB വരെയുള്ള 100 MB എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ അവർ പറഞ്ഞിട്ടുള്ളത് ബിലോ 2 MB ആണ് ഒരു ഫയൽ. ഏതിനും ഒരു പിന്തുണച്ച പോക്കൊരുവിനും പറയുന്നത് അതാണ്. ഇവിടെ 100 MB വരെ ഉള്ള ഫയൽ ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പം ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫയലുകൾ കൂടുതലിങ്ങനെ സൈസ്, അതിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അതിൻ്റെ സ്റ്റോറേജിന്
അതിൻ്റെ നെറ്റ്വർക്ക് ബാൻഡ്വിത്തിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ലൈസൻസ് ഒപ്പ് ആധാർ തയ്യാറാക്കിയ ആനയർ ആർക്കേജ് എൻ്റെ ഒപ്പുണ്ട്. ഈ ഒപ്പ് ഒരിക്കൽ സ്കാൻ ചെയ്ത് TDA 528 നമ്പർ ലൈസൻസ് ആനയർ ആർക്കേജിൻ്റെ ഒപ്പ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പേരും വെച്ച് വേറെ ആരെങ്കിലും ഒരു വ്യാജ തയ്യാറാക്കൽ നടത്തിയാൽ ഉറപ്പായിട്ടും ഈ AI പിടിക്കും, നമ്മുടെ നിർമ്മിത ബുദ്ധി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ആധാരമെഴുത്തുകാരൻ്റെ ഒപ്പ്, ഓരോരുത്തരുടെയും ഒപ്പ് നിർമ്മിത ബുദ്ധി അത് ടാഗ് ചെയ്യും. അതുപോലെ തന്നെ ഓഫീസുകളുടെ മുദ്ര, നമ്മുടെ കക്ഷികളുടെ ഒപ്പായിരുന്നാലും ഇടത് പെരുവിരൽ അടയാളം ഉൾപ്പെടെ ഫോട്ടോ എല്ലാം കണ്ടെത്തും. അതുപോലെ നമ്മുടെ ആധാർ, പാൻ തുടങ്ങിയിട്ടുള്ള നമ്പറിങ്, അത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി സംവിധാനങ്ങളെല്ലാം പരിശോധിക്കുന്നു. ചുരുക്കത്തിൽ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ രേഖകളുടെ സ്കാനിങ്ങും ഡിജിറ്റലൈസേഷനും കംപ്രഷൻ ഡാറ്റ മാനേജ്മെൻറ്റ്, രേഖകളുടെ മാനേജ്മെൻറ്റ്, ഇവയെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള രേഖ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത്. അതായത് ഇപ്പം 100 MB വന്നു, അതിനെ യാതൊരു കാരണവശാലും അതിൻ്റെ മേന്മയോ ഗുണമോ ശോഭയോ കുറഞ്ഞു പോകാത്ത തരത്തിൽ കുറച്ച് കൊണ്ടുവരികയും, അതുപോലെ കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഗുണനിലവാരം ഇല്ലാത്തതാണെങ്കിൽ അതിനെ അതുപോലെ തന്നെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആ പറഞ്ഞ ഇമേജിൻ്റെ അല്ലെങ്കിൽ ആ ഫയലിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് അത്തരത്തിൽ വിഭാവന ചെയ്തു വരുന്നത്. ഇവിടെ എല്ലാം പറയുമ്പോഴും ഫോം പൂരിപ്പിച്ചു കൊടുക്കാനും കൂടി AI സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. ഇപ്പം പേൾ സിസ്റ്റത്തിൽ നമുക്ക് ഇതിനകം ഡിജിറ്റലൈസ് ചെയ്ത രേഖകളും PDF ശേഖരങ്ങളും ആവശ്യം പോലെയുണ്ട്. അപ്പം അതിൽ സർവേ സൂചികകളുണ്ട്, ഓഡിറ്റ്, അപ്പം മുദ്ര, ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോ ഒപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പ്, കക്ഷിയുടെ ഒപ്പ്, ഫോട്ടോ, വിരലടയാളം, ഇങ്ങനെയുള്ള ഡാറ്റ അതെല്ലാം ഉണ്ട്, ആധാരങ്ങളുണ്ട്. പിന്നെ എഴുതിലുള്ള ഇൻകംപ്ലൻസ് സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ നമ്മൾ ലിങ്ക് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം മാനുവലായിട്ട് ചെയ്തിട്ടുള്ളതെല്ലാം ഈ പറഞ്ഞ AI ചെയ്യുമ്പോൾ മികച്ചതും നിലവാരമുള്ളതുമായ ഡിജിറ്റൽ രേഖകൾ ലഭ്യമാകും എന്നാണ് വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. മികച്ചതും നിലവാരമുള്ളതുമായ ഡിജിറ്റൽ രേഖകൾ. അതുപോലെ സ്റ്റോറേജിൽ ഇപ്പോൾ നമ്മൾ ഡാറ്റ എൻട്രി ഇങ്ങനെ ചെയ്ത് പോകുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ വരുന്നത് അതിൽ ലാഭം ഉണ്ടാകും എന്നുള്ളതാണ്. പിഴവുകൾ കുറയും, മെച്ചപ്പെട്ട നിയമപരിപാലനം ഉണ്ടാകും. അതുപോലെ വേഗത്തിലുള്ള സേവനം, അത് പൊതുജനങ്ങൾക്ക് അവരുടെ സംതൃപ്തിയോടുകൂടി അവർക്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ ജീവനക്കാരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രേഖകൾ കൈകാര്യം ചെയ്യാൻ അതിൻ്റെ ആവശ്യം വരുന്നില്ല, എല്ലാം AI ചെയ്യും എന്നാണ് പറഞ്ഞത്. അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓഡിറ്റിംഗ് അതും നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഫോം പൂരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള എല്ലാ സഹായങ്ങളും AI ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വകുപ്പും അതുപോലെ റവന്യൂ വകുപ്പിൻ്റെ ട്രഷറിയും കൂടെ ചേർന്നുള്ള എൻ്റെ ഭൂമി പോർട്ടലും ചേർന്നുള്ള സംഗതിയും എല്ലാം ചേർന്ന് AI വരുമ്പോൾ സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഗുണഭോക്താവോ ഉപഭോക്താവോ ഒരു വിവരത്തെ സംബന്ധിച്ച്
വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ OTP ഫോൺ നമ്പർ കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു, OTP വരുന്നു. ആ OTP വരുമ്പോൾ ആ ഫോൺ നമ്പറും അതുപോലെ ആധാർ കാർഡും തമ്മിലുള്ള ലിങ്കും അത് നമ്മുടെ പൗരനാണ് എന്നുള്ള തിരിച്ചറിയൽ അവിടെ പൂർണ്ണമാകുന്നതോടുകൂടി ആ ആളിന് വേണ്ടുന്ന നമ്മുടെ നിർമ്മിത ബുദ്ധിയുടെ പ്രയോജനവും പ്രയോഗവും ആ ആളിന് കിട്ടുകയായി. തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ആ ആളിന്, ഞാൻ നിസ്സംശയം പറയുന്നു, ആളിന് പൂർണ്ണതോതിൽ ആധാര കാര്യങ്ങളുമായിട്ട് ഒരു പക്ഷേ പ്രാപ്തിയിലെത്താൻ ഇന്നും നാളെയുമല്ല വരുന്ന കാലഘട്ടത്തിൽ എത്താൻ കഴിയുന്ന രീതിയിലുള്ള മികച്ച ഗവേണൻസ് തന്നെയാണ് കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് ഞാൻ ഇതിനകം നോക്കി കാണുകയാണ്. പല വകുപ്പുകളും തയ്യാറായി വരുന്നതേ ഉള്ളൂ. നമ്മുടെ വകുപ്പിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ IG ശ്രീമതി K. മീര IAS അവറുകൾ ഈ നിർദ്ദേശങ്ങളെല്ലാം 3 ഘട്ടങ്ങളായിട്ട് കേരള AI മിഷൻ്റെ മുമ്പിൽ ഇതിനകം വെച്ച് കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുന്ന സംഗതികളിൽ നമ്മളെ സംബന്ധിക്കുന്നതല്ല, മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മുദ്രപത്ര നികുതിയും അതിന് അനുബന്ധമായി വില കുറച്ച് കാണിക്കുന്നതും തടയുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം പൊതുജനങ്ങളെ നികുതിദായകരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഓഡിറ്റിനെ സംബന്ധിക്കുന്നതും വകുപ്പിനെ സംബന്ധിക്കുന്നതും. പക്ഷേ ഫോം പൂരിപ്പിച്ച് നൽകുന്നത് ഉൾപ്പെടെയുള്ള സംഗതികളിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകും എന്ന് പറയുമ്പോൾ ജനങ്ങളും അറിയേണ്ടതായിട്ടുണ്ട്. ഉറപ്പായിട്ടും ഫെയർവെല്ലിനേക്കാൾ ഏറ്റവും ഉയർന്ന ഒരു വില തന്നെ ഈ പറഞ്ഞ ഉപഭോക്താവിന് നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അതായത് ചോദിക്കുന്നതിനാണ് AI നൽകുന്ന ഉത്തരം. ചോദ്യങ്ങളും അതുപോലെ കൃത്യമായിരുന്നാൽ മാത്രമേ ശരിയായിട്ടുള്ള നിഗമനവും തീരുമാനവും അതുപോലെ നമുക്ക് കണ്ടെത്തൽ നടത്താൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ വകുപ്പ് AI ചുവട് വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ എല്ലാ ഭാഷയിലേക്കും വരുന്ന തരത്തിലേക്ക് പോകുന്ന രീതിയാണ്. ഇതിൽ എനിക്കൊരു വലിയ സന്തോഷമുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ നമ്മളെ ഇൻകൺസിസ്റ്റൻ്റ് പൊരുത്തമില്ലാത്ത ആ തരത്തിലുള്ള നിലപാടുകൾ പറയുന്നതിന് ഒരു വിരാമം, അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. എന്തെങ്കിലും ഒരു സംശയം വന്നു പോയാൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പരമാവധി ആധാരമെഴുത്ത തൊഴിലാളികളും സംശയങ്ങൾ വരും നമ്മൾ സബ് ഓഫീസുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു സമാധാനപൂർണമായ രജിസ്ട്രേഷൻ സംഘർഷരഹിതമായ തരത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളതെല്ലാം നിർവഹിക്കുന്നത്. പക്ഷെ അതിന് വിരാമം വരും. നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അതിനോട് AI നമ്മുടെ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങുന്നു, ഇത്ര രൂപ സ്റ്റാമ്പ് ഫീസ്, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മൈനറിന് സ്റ്റാമ്പ് ഫീസും മൈനറിൻ്റെ ഫോട്ടോയും വിരൽ പതിപ്പും വേണോ, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ, പാട്ടത്തിനെക്കുറിച്ച് വരുന്ന കാര്യങ്ങൾ നമ്മളൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി സ്റ്റാമ്പും ഫീസും നടപടിക്രമങ്ങളും ഉൾപ്പെടെ. പക്ഷേ ഇവിടെ ഭീതിതമായ മറ്റൊരു കാര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ മാതൃകാ പ്രമാണം കൂടി കൊടുക്കും. ഞാൻ ചുരുക്കുകയാണ്, മാതൃകാ പ്രമാണം കൂടി കൊടുക്കും. അതുകൂടി അറിയണം. ഏറ്റവും ഒടുവിൽ അതായിരിക്കും വരിക. നല്ല എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊടുത്താൽ മതി. പേരും മേൽവിലാസവും എല്ലാം കൊടുക്കുമ്പോൾ ദയവേത് നമ്മുടെ ആധാരമെഴുത്ത ഗ്രൂപ്പുകളിൽ മാത്രമേ എൻ്റെ ഈ സംസാരം ഫോർവേഡ് ചെയ്യാവൂ. ഒരു കാരണവശാലും ഇത് പുറത്തുനിന്ന് പറയാൻ നമ്മുടെ രജിസ്ട്രേഷൻ രംഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ മാത്രം അറിയുക. കാരണം അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതും കൂടി അറിയുക. ഞാൻ ചുരുക്കുകയാണ്, ഒരുപാട് നേരമായി. അത് എനിക്ക് അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഞാൻ ആനേർ RK ജെയിൻ, തിരുവനന്തപുരം. എൻ്റെ ഫോൺ നമ്പർ
9447452093. ഇത് വാട്സപ്പ് നമ്പറാണ്. എന്നെ വിളിക്കാനായിട്ട് 6282392865. ഇതെൻ്റെ കോളിംഗ് നമ്പറാണ്. എല്ലാവർക്കും ജീവിത വിജയാശംസകൾ.